ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലോകത്തിൻ്റെ നടുകിൽ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഹിമാലയത്തിൻ്റെ രൂപീകരണം വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമുക്ക് മനസ്സിലായി രണ്ട് പ്ലേറ്റുകളുടെ ചലനം കൂട്ടിയിടി മൂലം അതിലിടയിൽ ഉണ്ടായിരുന്ന തെരീ സമുദ്രം അതിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം ഫോം ചെയ്തെന്നെല്ലാമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായി തിരിച്ചു എന്ന് പറഞ്ഞു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അതിൽ ട്രാൻസിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണെന്നും ഹിമാലയത്തിലെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ആണെന്നും അതുപോലെ കിഴക്കൻ കുന്നുകളിൽ വരുന്നതാണ് ഗാരോ, ഖാസി, ജയന്തിയ, മീസോ, നാഗ, പത്കാൽബും എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹിമാലയൻ നദികൾ ഒഴുകുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഹിമാലയത്തിലെ നദികൾ അതിന്റെ പർവ്വതത്തിന്റെ കുറുകെയായിട്ട് ഒഴുകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എഗെയിൻ തിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശരി. അപ്പോൾ നോക്കൂ, നമുക്കറിയാം, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഏതൊക്കെ നദികൾക്കിടയിലാണ്? സിന്ധുവിനും അതുപോലെ ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ടാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സിന്ധു മുതൽ കാളി നദി വരെ പടിഞ്ഞാറൻ ഹിമാലയം എന്നും കാളി നദി മുതൽ എഗെയിൻ ടീസ്റ്റ് വരെ മധ്യ ഹിമാലയം എന്നും ടീസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര നദി വരെ നമ്മൾ കിഴക്കൻ ഹിമാലയം എന്നും തിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഹിമാലയത്തിനെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകളിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ തിരിക്കുന്നത് നദിയുടെ അടിസ്ഥാനത്തിലാണ്. ഒഴുകുന്ന നദിയുടെ അടിസ്ഥാനത്തിൽ. ഈ നദികൾ, ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താ? അപർദനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് വാട്ടറൊക്കെ വരുന്നത്. അപ്പോൾ ഹിമാനികൾ ഉരുകിയിട്ടാണ്, മഴയെ മാത്രം ആശ്രയിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിൽ വരുന്നതുകൊണ്ട് അപർദനവും കൂടുതലാണ്. അത് ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ചെങ്കുത്തായ താഴ്വരകളാണ്. അതിനെ പറയുന്ന പേരാണ് ഗോർജസ് എന്ന് പറയുന്നത്, അഥവാ ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകുന്ന നദികളാണ് ആര്? ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ സിന്ധു, ഗംഗ, നമ്മുടെ ബ്രഹ്മപുത്ര അല്ലെങ്കിൽ സത്ലജ്, ഇതെല്ലാം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിരിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നായി തിരിക്കുന്നു. എന്തൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ ഇടയിലായി വരുന്നു? സിന്ധു നദിക്കും അതുപോലെ കാളി നദിക്കും ഇടയിലായിട്ട് വരുന്നു. കാളി നദി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. ഘാഗ്ര നദിയുടെ പോഷക നദിയായിട്ടുള്ള കാളിക്കും ഇടയിലായിട്ടാണ് വരുന്നത്. കാളി മുതൽ ടീസ്റ്റ് വരെയാണ് ആര് വരുന്നത്? നമ്മുടെ മധ്യ ഹിമാലയം വരുന്നത്. ഇവിടുന്ന് ടീസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ആര് വരുന്നത്? നമ്മുടെ കിഴക്കൻ ഹിമാലയം വരുന്നത്. അപ്പോൾ നമുക്ക് അത് ക്ലിയർ ആയി. ഇനി നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ എഗെയിൻ തിരിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, അവിടെയും മൂന്നായിട്ട് തന്നെ തിരിക്കുന്നു. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. നോക്കൂ, കാശ്മീർ ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാശ്മീർ ഭാഗമാണ്. കാശ്മീർ ഭാഗമാണ്. അപ്പോൾ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത് കാശ്മീർ ഭാഗം. അപ്പോൾ ഹിമാചൽ ഹിമാലയം, ഹിമാചൽ നിൽക്കുന്ന ഹിമാചൽ പ്രദേശ് നിൽക്കുന്ന ഹിമാചൽ ഹിമാലയം. പിന്നെ ഉത്തരാഖണ്ഡ് ഭാഗം വന്നിട്ട് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് തിരിച്ചു. അതിൽ വീണ്ടും പടിഞ്ഞാറൻ ഹിമാലയത്തിനെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞ് തിരിക്കുന്നു. അപ്പോൾ ഈ പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാശ്മീർ ഹിമാലയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത് നമ്മൾ നോക്കൂ. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആരില വന്ന ട്രാൻസ് ഹിമാലയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ പ്ലസ് പീർ പഞ്ചലും കൂടെ വരുന്നതാണ് ആര്? കാശ്മീർ ഹിമാലയം. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന മലനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ പ്ലസ് പീർ പഞ്ചൽ. അപ്പൊ നമ്മൾ ട്രാൻസ് പഠിച്ചതല്ലേ, നമുക്കത് ക്ലിയർ അല്ലേ? അപ്പോൾ ആ മലനിരകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ ആവറേജ് വിസ്തൃതി എന്ന് പറയുന്നത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ അതിന്റെ നീളം 700 കിലോമീറ്റർ ആണ്. 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതും മൈൻഡിലൊന്ന് വെച്ചിരിക്കാം.
ഇനി നമുക്ക് പറയാനുള്ളത് കാശ്മീരിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് പറയാനുണ്ട്. അതിലൊന്നാമത്തെയാണ് ശുദ്ധജല തടാകം. ഏത് ശുദ്ധജല തടാകമാണ്? ദാൽ തടാകം. ദാൽ, നമുക്ക് ദാൽ അറിയാം, ഫ്ലോട്ടിംഗ് മാർക്കറ്റിനൊക്കെ നമ്മൾ ആമസോണിന്റെ ഒക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് CA പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏത് തടാകമാണ്? ദാൽ തടാകം. ദാൽ തടാകം. അപ്പം ദാൽ തടാകം ഏത് പട്ടണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാ? ശ്രീനഗർ പട്ടണത്തിന് അടിസ്ഥാനം, അവിടെ ശ്രീനഗർ പട്ടണത്തിന്റെ ഭാഗത്ത് വരുന്നതാണ് ദാൽ തടാകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ശുദ്ധജല തടാകമാണ് ദാൽ തടാകം. 2 ഹിമാലയങ്ങളെ പറ്റി കൂടെ പഠിക്കണം. ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൾട്ടോറോയും. സിയാച്ചിനും ബോൾട്ടോറോയും. സിയാച്ചിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലെ, ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ്. അപ്പോൾ സിയാച്ചിൻ, ബോൾട്ടോറോ എന്ന് പറയുന്നത് 2 ഹിമാനികളാണ്. അതുപോലെ എന്താണ്? ശുദ്ധജല തടാകമാണ് ദാൽ തടാകം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ എന്താ പഠിക്കാനുള്ളത്? കാരക്കോറം റേഞ്ചിലുള്ള ഒരു മലനിരയെ നമുക്കറിയാം. ഏതാണ് കാരക്കോറം റേഞ്ചിലുള്ള മലനിര? നമുക്കറിയാലോ, ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് അല്ലെ. ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2. എത്രയാണ് ഉയരം? 8611 മീറ്റർ ആണ്. കാരക്കോറം നിരകളിലാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഉയരം 8611 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ കാരക്കോറം റേഞ്ച് എന്താണ്? ഈ ഗോഡ്വിൻ ഓസ്റ്റിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പർവ്വതനിരയാണ് ഇന്ത്യയിൽ. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലാണോ? അല്ല. പൂർണ്ണമായും ഇന്ത്യയിൽ ചോദിക്കുകയാണെങ്കിൽ അത് കാഞ്ചൻജംഗയാണ്. ഇത് പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായും ഇന്ത്യയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തത്. അപ്പോൾ കാരക്കോറം മലനിരയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ കാശ്മീരിൽ ആരൊക്കെ വരുന്നുണ്ട്? കാരക്കോറം, ലഡാക്ക്, സസ്കർ പ്ലസ് പീർഭഞ്ചൽ വരുന്നുണ്ട്. 8611 മീറ്റർ ഉള്ള ഗോഡ്വിൻ ഓസ്റ്റിൻ കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500 വീതിയും 500 കിലോമീറ്റർ വീതിയും 700 കിലോമീറ്റർ നീളവുമാണ് നമ്മുടെ കാശ്മീർ മേഖലയിലുള്ളത്. അതുപോലെ 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടെയുള്ള തടാകമാണ് ദാൽ തടാകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഹിമാനികള്, സിയാച്ചിനും ബോൾട്ടോറോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ചുരമാണ്. അത് ഏതാണ്? നമ്മുടെ പീർപഞ്ചൽ പർവ്വതത്തിന് കുറുകെയായിട്ടാണ് വരുന്നത്. ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരമാണ് വരുന്നത്. ബനിഹാൽ ചുരം. ഈ ചുരങ്ങളെല്ലാം പഠിച്ചു വെക്കണം. അതുപോലെയുള്ള ഈ പർവ്വത നിരകൾ ഏതൊക്കെയാണെന്നുള്ളതും ഓർമ്മയുണ്ടാവണം. അപ്പൊ ബനിഹാൽ ചുരമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാശ്മീർ, ഹിമാലയം എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. അതുപോലെ 2 മർഗുകളെ പറ്റിയിട്ട്. എന്താണ് മർഗ്? മർഗ് എന്ന് പറയുന്നത് പുൽമേടുകളാണ്. പുൽമേടുകൾ. അതായത് ശൈത്യകാലത്താണ് ഇത് എന്തായി മാറുന്നത്? മഞ്ഞ് മൂടപ്പെട്ട താഴ്വരകളായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് അവിടെ സ്കീയിങ് പോലുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് അത് വീണ്ടും പുൽമേടായിട്ട് മാറുകയും അപ്പോൾ അവിടെ ആട്ടിടയന്മാരും അതുപോലെ ആട് മേയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്ന 2 മർഗുകളാണ് സോൺമർഗും ഗുൽമർഗും. സോൺമർഗും ഗുൽമർഗും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാശ്മീരിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്താണെന്ന് ഇനി എടുത്ത് പറയേണ്ട കാര്യം നമുക്കില്ല. കാശ്മീർ എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ എന്താ പറയുന്നത്? അതിന്റെ 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും പറഞ്ഞു കഴിഞ്ഞു. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അതിന്റെ വിസ്തൃതിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പർവ്വതനിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ പ്ലസ് പീർപഞ്ചലാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കാരക്കോറത്തിൽ ഉള്ള സ്ഥിതി ചെയ്യുന്ന പർവ്വത ആണ് ഏതെന്ന് പറയുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉയരം 8611 മീറ്റർ ആണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികൾ എന്ന് പറയുന്നത് സിയാച്ചിനും ബോൾട്ടോറോ ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഹിമാനികൾ ഒഴുകിയിട്ടാണല്ലോ നദി ഒഴുക്കുണ്ടാവുന്നത് ഹിമാലയ നദികളിൽ. അപ്പൊ ഏതൊക്കെ നദികളാണെന്ന് നോക്കുവാണെങ്കിൽ ഒന്ന് നോക്കിക്കേ. സിന്ധു നദി, അതുപോലെ സിന്ധു നദിയുടെ പോഷക നദി ആയിട്ടുള്ള രവി, ഝലം, ചിനാബ്. അപ്പൊ സിന്ധു, രവി, ഝലം, ചിനാബ് ഈ നദികളാണ് ഈ ഹിമാനികൾക്ക് എന്ത് കൊടുക്കുന്നത്? വെള്ളം കൊടുക്കുന്നത്. അല്ല സോറി, ഈ ഹിമാനികൾ നിന്നാണ് ഈ നദികൾക്ക് വെള്ളം ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ സിയാച്ചിൻ, ബോൾട്ടോറോ തുടങ്ങിയ ഹിമാനികൾ ഉരുകിയിട്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നതെന്ന് നമുക്ക് അറിയാതെ. നമ്മുടെ ഹിമാലയ നദികളുടെ പ്രത്യേകത മഴയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള നദികളല്ല. എങ്ങനെയാണ്? ഹിമാനികളിൽ നിന്നുള്ള വെള്ളം കൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് അത്രയും അബദ്ധന തീവ്രത എന്നൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയാച്ചിൻ, ബോൾട്ടോറോ ആണ് നമ്മൾ കാശ്മീർ ഹിമാലയത്തിലുള്ള 2 പ്രധാന ഹിമാനികളെ പറഞ്ഞിട്ടുള്ളത്. ആ നദികളാണ് ഏതൊക്കെ? ചിനാബ്, രവി, ഝലം, സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള സിന്ധു. ഓക്കെ ആണോ?
അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികളും അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞ പ്രത്യേകം പാസസ് അഥവാ ചുരമാണ്. ചുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പർവ്വതങ്ങൾക്ക് കുറുകെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗതാഗതം സാധ്യമാക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ചുരം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം അത് ജമ്മുവിനെ കാശ്മീർ ഭാഗവുമായി ബന്ധിപ്പിക്കുന്നു. ഏത് പർവ്വതത്തിന് കുറുകെയാണ്? പീർപഞ്ചൽ പർവ്വതത്തിന് കുറുകെ ആണ്. കിട്ടിയോ? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് ആര്? സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ശുദ്ധജല തടാകമായ ദാൽ തടാകത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാൽ തടാകത്തില് ഷിക്കാര തോണികളും അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അത് നമ്മൾ എക്സാമ്പിൾ തന്നെ പറഞ്ഞു, ആമസോണിന്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ കാശ്മീർ ഹിമാലയം പഠിച്ചു കഴിഞ്ഞു. ഗുൽമർഗ്, സോൺമർഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 മർഗുകളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഭാഗം കൊണ്ടിട്ട് നമ്മൾ കാശ്മീർ ഹിമാലയം പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തയാണ് ഹിമാചൽ ഹിമാലയം. ഹിമാചൽ ഹിമാലയം. അപ്പൊ നമ്മൾ കാശ്മീർ ഭാഗം പഠിച്ചു കഴിഞ്ഞു. പിന്നെ കാശ്മീർ കഴിഞ്ഞാൽ അടുത്ത താഴെയായിട്ട് ആര് വരുന്നുണ്ട്? ഹിമാചൽ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഏത് സംസ്ഥാനത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. മറ്റേത് ജമ്മു കാശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹിമാചൽ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ്? ഈ ഒരു പ്രധാന നദികൾ എന്ന് പറയുന്നത് ചിനാബും രവിയും ബിയാസുമാണ്. ചിനാബ്, രവി, ബിയാസൊക്കെയാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ്. കാശ്മീർ ഹിമാലയത്തിൽ പറഞ്ഞെങ്കിൽ പ്ലസ് പീർപഞ്ചലും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പീർപഞ്ചലും ധൗളാധറും ഹിമാചലിൽ വരുന്നതാണ്. ധൗളാധറും പീർപഞ്ചലും ശ്രദ്ധിച്ചു പഠിക്കുക. ധൗളാധറും പീർപഞ്ചലും എവിടെ വരുന്നതാണ്? ഹിമാചൽ ഹിമാലയത്തിൽ വരുന്നതാണ്. അവിടെ നമ്മൾ ദാൽ തടാകം പറഞ്ഞെങ്കിൽ ഇവിടെ വരുന്ന 2 ശുദ്ധജല തടാകങ്ങളാണ്. ഏതൊക്കെ? സൂരജ് താലും ചന്ദ്രതാലും. സൂരജ് താല്, ചന്ദ്രതാല്. കിട്ടിയോ? ക്ലിയർ ആണോ? അതുപോലെ നമ്മൾ അവിടെ പഠിച്ചു, ചുരം പഠിച്ചു. ഏത് ചുരം? ബനിഹാൽ ചുരം. ബനിഹാൽ ചുരം. ബനിഹാൽ ചുരം ആര് തമ്മിൽ? ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ. നമ്മളിവിടെ 2 ചുരമാണ് പഠിക്കുന്നത്. ഒന്ന് ബാരാലാച്ല ചുരവും പിന്നെ ഒന്ന് ലാഹുൽ സ്പിതിനെ ബന്ധിപ്പിച്ച് റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. അപ്പോൾ ബാരാലാച്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എവിടെയാണ്? ഹിമാചൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ബാരാലാച്ല എന്ന് പറയുമ്പോൾ ബാരാലാച്ല ആരെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട്. അപ്പൊ ഞാനത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഹിമാചൽ പ്രദേശിലേക്ക് ലഡാക്കിൽ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ നല്ല ഭാരമുള്ള ബാഗൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ബാരാലാച്ല ചുരം. ഭാരം നല്ല അതൊരു ഭയങ്കര കണക്ഷൻ ആയിട്ട് വെക്കാം. ബാരാലാച്ല ചുരം എന്ന് പറയുന്നത്. ഇനി ലാഹുൽ സ്പിതിനെ കുളു താഴ്വരയുമായി കണക്ട് ചെയ്യുന്നതാണ് റോഹ്താങ് ചുരം. അപ്പൊ അതിനോട് കണക്ട് ലാഹുലും സ്പിതി എന്ന് പറയുന്നത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർ റോപ്പ് ഇട്ട് കല്യാണം കഴിച്ച് അവർ കുളുവിലേക്ക് പോകുന്നതായിട്ട് ജസ്റ്റ് ഒരു കോഡ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ ലാഹുൽ സ്പിതി കുളു താഴ്വരയുമായി കണക്ട് ചെയ്യുന്നതാണ് റോഹ്താങ് ചുരം എന്ന് പറയുന്നത്. അപ്പൊ അത്രയുമാണ് നമ്മുടെ ഹിമാചൽ ഹിമാലയം എന്നുള്ള ഭാഗത്ത് നിന്നും നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുളു അറിയാം, ലാഹുൽ അറിയാം. അവിടെ എടുത്തു പഠിക്കാനുള്ളത് കംഗ്ര. കംഗ്ര അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടാവുക. കുളു, അതുപോലെ നമ്മുടെ ലാഹുല്, കംഗ്ര, അതുപോലെ ഷിംല, മണാലി, ഇതെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളായിട്ടും പറയുന്നുണ്ട്. ഇനി ഇവിടെ പറയാനുള്ള, നമ്മൾ കഴിഞ്ഞതിൽ പറയാത്ത എന്നാൽ ഇവിടെ പറയാനുള്ള ഒരു കാര്യമാണ് എന്താ? ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതറിയാം. PYQ ആണ്. ഏത്? മണിക്കരൻ. മണിക്കരൻ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. അത് ഹിമാചൽ പ്രദേശിലാണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് ഇത് സംഭവം? ചുടുനീരുറവയാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ അടിയിൽ താപം ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് ഏതെങ്കിലും ഒരു ഭൂമിയുടെ കടവിൽ കൂടെ പുറത്തേക്ക് വരുന്ന ഒരു സന്ദർഭത്തിലാണ് ചുടുനീരുറവകൾ പുറത്തേക്ക് വരാനുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മഴവെള്ളമൊക്കെ ഗ്രൗണ്ട് വാട്ടറിലേക്ക്, നമ്മുടെ മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ചെന്നിട്ട് അത് അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഭാഗമാവുകയും അതെന്ത് ചെയ്യുന്നുണ്ട്? ഭൗമ ഉപരിതലത്തിലേക്ക് ഈ ചില പാറകളുടെ കടവിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അത്രയും തിളച്ചു മറിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് പുറത്തേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും? ചുടുനീരുറവയായിട്ട് മാറും.
അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് നുബ്ര താഴ്വര, മണികരൺ, ഗീർഗംഗ. നുബ്ര താഴ്വര, മണികരൺ, ഗീർഗംഗ എന്ന് പറയുന്നത്. പക്ഷെ അതില് നമുക്ക് നുബ്ര താഴ്വര, ഗീർഗംഗ, മണികരൺ പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മണികരനാണ്. കാരണം എന്താണ്, അവിടെ ചുടുനീരുറവയിൽ നിന്നും എന്തുണ്ടാക്കുന്നുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഹിമാലയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗമാണ് ഏത്, നമ്മൾ കാശ്മീർ കഴിഞ്ഞു, ഹിമാചൽ കഴിഞ്ഞു. അടുത്ത ആരാണ്, ഉത്തരാഖണ്ഡ് ഹിമാലയം ആണ്. ഉത്തരാഖണ്ഡ് ഹിമാലയം നമുക്ക് മുന്നത്തെ ക്ലാസിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നദികളുടെ ഇതിൽ നമ്മൾ ആദ്യം പടിഞ്ഞാറൻ ഹിമാലയം പറഞ്ഞത് സിന്ധുവിനും കാളി നദിക്കും ഇടയിലായിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലായിട്ടാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. സത്ലജ് നദിക്കും അതുപോലെ കാളി നദിക്കും ഇടയിലായിട്ട്. നമ്മളിത് പണ്ടത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ഈ പറയുന്ന സത്ലജിനും കാളിക്കും ഇടയിലായിട്ട് ഏത് ഹിമാലയം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഹിമാലയമാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ നേപ്പാൾ ഹിമാലയം കുമയൂൺ ഹിമാലയം സ്ഥിതി ചെയ്യുന്നു. കുമയൂൺ ഹിമാലയം സ്ഥിതി ചെയ്യുന്നു നമുക്ക് അറിയാമായിരുന്നു. അപ്പൊ ഈ സത്ലജ് മുതൽ കാളി വരെയുള്ള ഈ ഭാഗത്തിന് നമുക്ക് കുമയൂൺ ഹിമാലയം എന്ന് നമുക്ക് പണ്ടത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് അറിയാമെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ കിഴക്കൻ ഭാഗമാണ് കുമയൂൺ ഹിമാലയം. കിഴക്കൻ ഭാഗമാണ് കുമയൂൺ ഹിമാലയം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പടിഞ്ഞാറൻ ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ മേഖല എന്നാണ്. അപ്പൊ കുമയൂൺ മേഖലയെന്നും അതുപോലെ ഗഡ്വാൾ മേഖലയെന്നും നമ്മൾ ഉത്തരാഖണ്ഡിനെ തിരിക്കുന്നുണ്ട്. അതിന്റെ കിഴക്കൻ ഭാഗമാണ് കുമയൂൺ വരുന്നതെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ്, അപ്പൊ കാ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. കിഴക്കൻ ഭാഗമാണ് കുമയൂൺ വരുന്നത്, പടിഞ്ഞാറ് ഭാഗമാണ് ഗഡ്വാൾ മേഖല വരുന്നത്. ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉത്തരാഖണ്ഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള ഏതൊക്കെ ഇതാണെന്നുള്ളത്, പർവ്വതങ്ങളാണെന്നുള്ളത്. നമുക്ക് നന്ദാദേവി കേൾക്കുമ്പോൾ അറിയാം, ബദരിനാഥ്, കേദാർനാഥ്, ഇത്രയും പേര് കേൾക്കുമ്പോൾ അറിയാം. എടുത്തു പഠിക്കാനുള്ളത് ക്യാമറ്റാണ്. അപ്പൊ നന്ദാദേവി, ബദരിനാഥ്, കേദാർനാഥ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ക്യാമറ്റും കൂടെ അറിഞ്ഞു വയ്ക്കാം. അതുപോലെ നമുക്കറിയാം നമ്മുടെ ഗംഗ, യമുന ഈ നദികളുടെ ഉത്ഭവ സ്ഥാനമായിട്ടുള്ളത് ഏതൊക്കെയാണ്, ഗംഗോത്രി, യമുനോത്രി. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹിമാനികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമ്മൾ പഠിച്ചത് ദാലാണ്. ഹിമാചലിൽ വന്നപ്പോൾ നമ്മൾ പഠിച്ചു ചന്ദ്രതാല്, സൂരജ്താല്. ഇവിടെയുള്ള ശുദ്ധജല തടാകമാണ് ഏതൊക്കെ, നൈനിത്താലും ഭീംതാലും. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൂണുകൾ, ഡെറാഡൂണൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പോൾ ലെസ്സർ ഹിമാലയം, ആരായിരുന്നു ലെസ്സർ ഹിമാലയം? നമ്മുടെ ഹിമാചൽ ഹിമാലയത്തിനെയാണ്, നമ്മൾ ഹിമാചൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ലെസ്സർ ഹിമാലയം എന്ന് പറഞ്ഞത്. അപ്പോൾ ലെസ്സർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണപ്പെടാൻ പറ്റും, അവിടെയുള്ള താഴ്വരകൾ നമ്മൾ ഡൂണുകൾ എന്ന് പറയുന്നുണ്ട്. ഡൂണുകൾ. അപ്പോൾ ലെസ്സർ ഹിമാലയത്തിനും അതുപോലെ ശിവാലിക്കിനും ഇടയിലായിട്ടുള്ള താഴ്വര ഭാഗത്തിന് നമ്മൾ ഡൂണുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പ്രസിദ്ധമായ ഡൂണാണ് ഇത്, ഡെറാഡൂൺ. അപ്പൊ അതും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ 2 പുൽമേടുകൾ സോൺമർഗും ഗുൽമർഗും പറഞ്ഞെങ്കിൽ ഇവിടെയുള്ള ശൈത്യകാലത്ത് രൂപപ്പെടുന്ന നമ്മുടെ ഈ ശൈത്യകാലത്ത് സ്കീയിങ് പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും അതുപോലെ നമ്മുടെ വേനൽക്കാലത്ത് പുൽമേടുകളുമായിട്ട് മാറുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ബുഗ്യാൽ എന്ന് പറയുന്നത്. ടേം ഓർത്ത് വയ്ക്കുക, ബുഗ്യാൽ. അവിടെ നമ്മൾ മർഗ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ബുഗ്യാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബുഗ്യാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ വേനൽക്കാലത്ത് അത് പുൽമേടായിട്ടും ശൈത്യകാലത്താണ് അവിടെ മഞ്ഞ് മൂടിയിട്ട് വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും മാറുന്നത്. അപ്പോൾ ഈ സമയത്ത് അവിടെ ആട്ടിടയന്മാരുടെ ഒരു എന്ത് നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു യാത്ര നടക്കുന്നുണ്ട് അല്ലേ. അതായത് അവർക്ക് തണുപ്പ് കാലത്ത് അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആട്ടിടയന്മാർക്ക് എന്താ വേണ്ടത്, പുൽമേടാണ് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സഞ്ചാരത്തെ നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എന്ത് പഠിക്കുകയാണ്, പടിഞ്ഞാറൻ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ബുഗ്യാൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാണുന്നത് ഉത്തരാഖണ്ഡിന്റെ പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള ഗഡ്വാൾ മേഖലയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്, പടിഞ്ഞാറൻ ഹിമാലയം എന്നുള്ള
ടോപ്പിക്കിന് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും പഠിച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്നുമില്ല, പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണ്. കാളി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിനെ നമ്മൾ വീണ്ടും കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ടായിരുന്നു. കാശ്മീരിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇവിടെ ധൗളാധർ, ഹിമാചലില് ധൗളാധറും പീർ പഞ്ചലും, ഉത്തരാഖണ്ഡില് നമ്മൾ ഏതൊക്കെയാണ്? നന്ദാദേവി, ക്യാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് ദാൽ തടാകം, ഇവിടെ ചന്ദ്രതാല്, സൂരജ്താല്, ഇവിടെ നൈനിത്താല്, ഭീംതാല്. ഇവിടെ നമ്മൾ പറഞ്ഞ സിയാച്ചിനും ബോൾട്ടോരവും ഹിമാനികൾ പറഞ്ഞു. പിന്നെ ഇവിടെ ഗംഗോത്രി, യമുനോത്രി ഹിമാനികളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബലിഹാൽ ചുരം നമ്മൾ ജമ്മുവിനെ കാശ്മീർ മേഖലയുമായി ബന്ധിപ്പിക്കുന്നത് പറഞ്ഞെങ്കിൽ ഹിമാചലിൽ പറഞ്ഞത് ഏതൊക്കെയാണ്? റോഹ്താങ് ചുരവും അതുപോലെ നമ്മുടെ ബാരാലാച്ല ചുരവുമാണ്. ബാരാലാച്ല ഭാരമുള്ളത് നമ്മൾ ലഡാക്കിലേക്ക് യാത്ര പോകുമ്പോൾ, അതുപോലെ അപ്പോൾ ഹിമാചലിലെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബാരാലാച്ല ആണെങ്കിൽ നമ്മുടെ ലാഹുൽ സ്പിതി, റോഹ്താങ് ചുരം എന്താണ്? കുളു താഴ്വരയുമായി കണക്ട് ചെയ്യുന്നതും ആവുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു മർഗുകൾ, ഗുൽമർഗും സോൺമർഗും കാശ്മീർ മേഖലയിൽ പറഞ്ഞു. നമ്മുടെ ഉത്തരാഖണ്ഡ് മേഖലയിൽ തന്നെ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്ന് പറഞ്ഞു. അവിടെ നടക്കുന്ന ആ ഒരു ആട്ടിടയന്മാരുടെ യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്നും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.